എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ മഞ്ചാടി വൻസിയിലാണ് പഠിക്കുന്നത്. ശ്രീകല ടീച്ചറും സിത്താര ടീച്ചറുമാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ്. കുട്ടികൾക്ക് വേണ്ടി പന്തളം കേരള വർമ്മ എഴുതിയ പൈങ്കിളിയെ പൈങ്കിളിയെ എന്നുള്ള കവിത നമ്മൾ ഇന്ന് സ്കിറ്റ് ആയി ചെയ്യുമ്പോൾ കാണാം. ഞങ്ങളുടെ സ്കിറ്റിന്റെ പേര് അബുവിന്റെ കൂട്ടുകാരൻ. ഹായ് കൂട്ടുകാരെ, ഇതാണ് അമ്മു. സ്കൂളിൽ പോവാനും പഠിക്കാനും അമ്മു നല്ല മടിയാണ്. അമ്മു എപ്പോഴും കളിച്ച് നടക്കണം. നമുക്ക് കണ്ട് നോക്കാം അമ്മു സ്കൂളിൽ പോവാത്ത ഒരു ദിവസം. എന്നോട് കളിക്കാൻ വരുമോ? എന്നോട് ബോറടിച്ചിരിക്കുക. വരുമോ പൈങ്കിളി എന്നോട് കളിക്കാൻ? അയ്യോ, എനിക്ക് സമയമില്ല അമ്മോ. ഞാൻ ചുള്ളികൾ പറക്കി കൂടുണ്ടാക്കാൻ പോകുകയാണ്. വണ്ടത്താനെ എന്നോട് കളിക്കാൻ വരുമോ? ബാങ്കിൽ വിളിച്ചിട്ട് വരുന്നില്ല. നീ എങ്കിലും വരും എന്നോട് കളിക്കാൻ. ക്ഷമിക്കണം അമ്മു, എനിക്ക് ഒട്ടും സമയമില്ല. നേരെ മിനിറ്റ് മുന്നേ എനിക്ക് ഈ പൂക്കിലെ തേന് നുകരാൻ പോകണം. ഇപ്പൊ പോയാൽ നല്ല മധുരമുള്ള തേന് കിട്ടും. അപ്പോ ശരി, ഞാൻ പോട്ടെ. കുട്ടിക്കണ്ണേ എന്നോട് കളിക്കാൻ വരുമോ? ഞാൻ പൈങ്കിളിയോടും വണ്ടത്താനോടും ചോദിച്ചിട്ട് അവർ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കി. നീ എങ്കിലും വരും എന്നോട് കളിക്കാൻ? എന്ന് പറയാണ് എൻ്റെ അമ്മു. എനിക്ക് വിഷനത്ത് വയ്യ. ഞാൻ കാട്ടിൽ പോയിട്ടുള്ള നല്ല ഇലമ്പുള്ള നോക്കി. നമുക്ക് പിന്നെ കാണാം. ചെറുതായ എന്നോട് കളിക്കാൻ വരുമോ? വരുന്നില്ല എന്നോട് കളിക്കാൻ. എങ്കിലും വരുമോ? എൻ്റെ അമ്മു, നിനക്ക് വേറെ ഒരു പണിയുമില്ലേ? എനിക്ക് നിന്റെ കൂടെ കളിക്കാൻ സമയമില്ല. ഞാൻ യജമാന്റെ വീട് കാക്കാൻ പോവാന്ന്. ഞാൻ അവരെല്ലെങ്കിൽ കളമാറ വരും. വീടിന്റെ മുമ്പിൽ കാവിലിരിക്കുന്നത് നിനക്ക് ബോറടിക്കില്ലേ ചെറുതായ? പുറത്തു പോയി ഓടി കളിക്കാന്നുള്ളല്ലേ? ഇല്ല, ഇതിന് എന്ത് ജോലിയാണ്. ഞാൻ അത് സന്തോഷത്തോടെ ചെയ്യുന്നു. പിന്നെ എൻ്റെ യജമാനന് എന്നെ ഇഷ്ടമാണ്. എനിക്ക് ബിസ്ക്കറ്റും ചിക്കനും എല്ലാം തരും. എന്നെ പുറത്ത് നടക്കാൻ കൊണ്ടുപോകും. ഞാൻ പോട്ടെ. സംസാരിച്ച് നിന്ന് എൻ്റെ സമയം പോകും. കഴുതക്കുട്ട എന്നോട് കളിക്കാൻ വരുമോ? ഞാൻ പൈങ്കിളിയോടും വണ്ടത്താനോടും കുട്ടിക്കണ്ണോടും ചെറുമാനോടും എല്ലാം ചോദിച്ചു. അവരെല്ലാം ഓരോ ജോലിക്കുമായി നല്ല തിരക്കിലാണ്. നീ എങ്കിലും വരും എന്നോട് കളിക്കാൻ? ഞാൻ വളരെ അധികം വിഷമത്തിലാണ്. അതെ അമ്മു, എല്ലാവരും ഓരോരോ ജോലികളുണ്ട്. അമ്മുവിന് ബോറടിക്കുന്നത് അമ്മു ചുമ്മാ ഇരിക്കുന്നത് കൊണ്ടാണ്. അമ്മു സ്കൂളിൽ പോയി പഠിച്ചൂടെ? അമ്മു സ്കൂളിൽ പോകുക, പഠിക്കുക. അമ്മുവിന്റെ ജോലി അതാണ്. അവിടെ ഒത്തിരി കൂട്ടുകാരെ കിട്ടും. എൻ്റെ മുകളിൽ ഇരിക്കുന്നത് തുണികൾ എൻ്റെ പട്ടണത്തിൽ എത്തിക്കണം. എൻ്റെ യജമാനനെ സഹായിക്കണം. നിന്റെ യജമാനൻ എന്തൊരു ദുഷ്ടനാ! നിന്നെ എത്ര കഷ്ടപ്പെടുത്തുന്നുണ്ടോ? അയ്യോ, അങ്ങനെ പറയില്ലേ അമ്മു. എൻ്റെ യജമാനൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. പട്ടണത്തിൽ പോയി മുഷിഞ്ഞ തുണികൾ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി എൻ്റെ ചുമരിൽ കെട്ടി വരെ നല്ല പണിയുണ്ട്. ഒരു ജോലിയും കുറച്ച് കാണിക്കില്ലേ അമ്മു? എല്ലാ ജോലിയും ഒരു കഷ്ടപ്പെടുന്നുണ്ട്.
കഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതത്തിൽ എന്നും നേടിയെത്താൻ പറ്റുള്ളൂ. ഞാൻ പോകട്ടെ അമ്മു. ഇരുട്ടുമ്പോൾ ഞാൻ പട്ടണത്തിൽ എത്തണം. ശരിയായിരിക്കും. ഇതെല്ലാം കേട്ടാണ് അമ്മു നല്ല വിഷമമായി. ആർക്കും അവരവരുടെ ജോലികൾ ചെയ്യുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. ആർക്കും ഒരു ബോറടിയില്ല. അതെ, ഞാൻ മടിയൊക്കെ കണ്ട് സ്കൂളിൽ പോകാം, പഠിച്ച് മിടുക്കിയാകാം. കൂട്ടുകാരൻ, എന്താണ് നമ്മളെ പഠിച്ചിട്ടുള്ള പാഠം? മടിയൊന്നും ഒരു പരിഹാരം അല്ല. നമ്മൾ കുട്ടികൾ മടിയൊന്നും കൂടാതെ നമുക്ക് ചെയ്യാനുള്ള ജോലികൾ കൃത്യതയോടെ ചെയ്യണം. വിദ്യാധനം സർവധനം പ്രധാനം. അപ്പോൾ നിങ്ങളെല്ലാവരും പുതിയ അമ്മ പോലെ പഠിച്ച് മിടുക്കരാവില്ലേ? നന്ദി.